പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല, എല്ലാം സെറ്റാണ് യു ഡി എഫിൽ എന്നാണ്. ആ പറഞ്ഞ് മിനിറ്റുകൾക്കകം നമ്മുടെ മുൻപിലേക്ക് എത്തിയ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ ഉണ്ടായിരുന്നു. ഒന്ന്, കഴിഞ്ഞ തവണ ചിറയൻകീഴ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അനൂപ് ഇത്തവണ അവിടെ അതേ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. മറ്റൊന്ന്, നമ്മളൊക്കെ സ്ഥിരം ചാനലിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന KPCC നിർവാഹക സമിതി അംഗമായ അരുൺ രാജ് BJP-യിൽ പോകുന്ന കാഴ്ചയും നമുക്ക് തൊട്ടടുത്ത മിനിറ്റിൽ കാണാൻ കഴിഞ്ഞു. ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇതൊന്നും കാണുന്നില്ലേ നിർഭൻ? അതോ അദ്ദേഹം ഇങ്ങനെ മനഃപൂർവ്വം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്? അതാണ് നമ്മൾ കാണുന്നത്. മനു, തീർച്ചയായും അങ്ങനെ വിലയിരുത്തേണ്ടി വരും. കാരണം ഇന്ന് പഴയതുപോലെയല്ല, സോഷ്യൽ മീഡിയ സജീവമാണ്. മാധ്യമങ്ങളിൽ നൽകുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ തൊട്ട് ദിവസം, ഒരു വർഷത്തിന് മുമ്പായിരുന്നട്ടെ, ഒരു മണിക്കൂറിന് മുൻപാകട്ടെ, എത്ര വർഷത്തിന് മുൻപാകട്ടെ, ഓരോ നേതാവ് സംസാരിച്ച പ്രതികരണങ്ങൾ, പഴയകാലത്തെ വിഷ്വലുകളൊക്കെ തന്നെ അപ്പോൾ തന്നെ ആ ഫയലുകളിലുണ്ട്. സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏത് സാധാരണ വ്യക്തിക്കും ആ നിമിഷം തന്നെ അത് കുത്തിപ്പൊക്കി എടുക്കാൻ കഴിയും. ഇതൊന്നും മനസ്സിലാക്കാതെയാണോ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി വസ്തുതാവിരുദ്ധമായ പ്രതികരണങ്ങൾ നടത്തുന്നതെന്ന് അറിയില്ല. കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ കൈപ്പത്തി താമരയാകുന്ന അവസ്ഥ. ഈ അനൂപ് തന്നെ നേരത്തെ ദളിത് വിഭാഗം കോൺഗ്രസിലെ നേതാക്കളെ കോൺഗ്രസ് അവഗണിക്കുന്നത് സംബന്ധിച്ച്, രമ്യ ഹരിദാസിനെ ആ മണ്ഡലത്തിൽ കെട്ടിയിറക്കുന്നത് സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ നേതാവാണ്. അവരൊക്കെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആ പാർട്ടി വിട്ട് പോകേണ്ടി വരുന്നത്, ആ ഒരു അവസ്ഥ എന്തുകൊണ്ട് ഒഴിവാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന ഒരു കാര്യം പരിശോധിക്കേണ്ടതാണ്. അതിന് പ്രധാനപ്പെട്ട ചുമതലയുള്ള ആൾ കൂടിയാണ് VD സതീശൻ. തിരുവനന്തപുരത്ത് അടൂർ പ്രകാശിൻ്റെ നോമിനിയായി രമ്യ ഹരിദാസ് ചിറയൻകീഴ് മണ്ഡലത്തിൽ കെട്ടിയിറക്കപ്പെടുന്നു. തിരുവനന്തപുരത്ത് തന്നെ കോൺഗ്രസിൻ്റെ ദളിത് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ട്. അവരെയൊന്നും പരിഗണിക്കാതെ എന്തുകൊണ്ട് രമ്യ ഹരിദാസിന് മാത്രം തുടർച്ചയായി അവസരം നൽകുന്നു എന്ന ചോദിച്ചൊരു നേതാവാണ് BJP-യുടെ സ്ഥാനാർത്ഥിയായി ചിറയൻകീഴ് മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത്. അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്ന നടപടിയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം BJP സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ നെടുമങ്ങാട് മണ്ഡലത്തിൽ അവിടെ മീനാങ്കൽ കുമാർ എന്ന തൊട്ടടുത്ത് 2 മാസത്തിന് മുമ്പ് കോൺഗ്രസിലേക്ക് വന്ന ആളിന് അടൂർ പ്രകാശിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് അവിടെയും കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നു. അവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. മണ്ഡലത്തിലെ മുഴുവൻ നേതാക്കളും ഇങ്ങനൊരു സ്ഥാനാർത്ഥി വേണ്ട എന്ന് എഴുതി പ്രമേയം പാസ്സാക്കിയിട്ടും അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. പാലോട് രവിയെ മാറ്റിയിട്ട് SDP-യുടെ സമ്മർദ്ദത്തെ തുടർന്ന് സുധീർ ഷാ പാലോടിനെ വാമനപുരത്ത് സ്ഥാനാർത്ഥിയാകുന്നു. പാറശാലയിൽ മുൻ കോൺഗ്രസിൻ്റെ MLA ആയിട്ടുള്ള തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തലസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള AT ജോർജ് പാറശാലയിൽ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ്. തലസ്ഥാന ജില്ലയിൽ ആകമാനം പ്രശ്നങ്ങളാണ്. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയുടെ അവസാന നിമിഷം മാറ്റിയതിലുള്ള പ്രതിഷേധം എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. ഈ മറ്റ് പാർട്ടികളിൽ നിന്ന് അവസാനം പ്രതീക്ഷിച്ച പട്ടിക ഒഴിവാക്കി പലരെയും കോൺഗ്രസിലേക്ക് വരികയും മുന്നണിയിൽ ഉൾപ്പെടുത്തുകയും ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള PK ശശിയുടെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള വിവാദം നടക്കുകയാണ്. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നൽകാത്തത് സംബന്ധിച്ച് അദ്ദേഹം മത്സരിക്കുമെന്ന് പറയുന്നു. വാഴക്കിനെ സംബന്ധിച്ച് അദ്ദേഹം 1 ലക്ഷം പോസ്റ്റർ അടിച്ച് ഫ്ലക്സുകളടിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഏറ്റുമാനൂർ സീറ്റിൽ. ഒപ്പം തന്നെ കൊച്ചിയിൽ ദീപ്തി വേരി വർഗീസിനെ ഒഴിവാക്കിയ സംബന്ധിച്ച് വലിയ തരത്തിൽ പ്രതിഷേധം നടക്കുന്നു. അങ്ങനെ ആകമാനം വിമത പടയിൽ ആടി ഉലയുന്ന അവസ്ഥയാണ്. എന്നിട്ടും ഒരു തരത്തിലും ഇതൊന്നും ബാധിക്കാത്ത അവസ്ഥയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഒന്നുകിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്തും AK ആൻ്റണിയുടെ കാലത്തും രമേശ് ചെന്നിത്തലയുടെ കാലത്തൊക്കെ ഒരു പ്രത്യേകത, കോൺഗ്രസിൽ ഇത്ര പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് പരിശോധിക്കാൻ പോകുന്നു എന്ന് തുറന്ന് ജനങ്ങളോടുമായി പറയുമായിരുന്നു. പക്ഷേ VD സതീശൻ്റെ ഏറ്റവും അപകടകരമായ, അദ്ദേഹത്തിന് തന്നെ അത് മനസ്സിലാകാത്തതാണോ, അദ്ദേഹത്തിന് ഉപദേശിക്കുന്നവർ അങ്ങനെ പറയുന്നതാണെന്ന് അറിയില്ല, പക്ഷേ ഈ വസ്തുതകൾ അഡ്രസ്സ് ചെയ്യാതെ പൂർണ്ണമായി ഡിനേ ചെയ്യുന്ന ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ് സ്ഥാനാർത്ഥി 24 മണിക്കൂറിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സംബന്ധിച്ച് അതും അദ്ദേഹം ന്യായീകരിച്ചു. ഈ പ്രഖ്യാപിച്ച മുതൽ തിരിച്ച് ബാക്കിലോട്ട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് മുതലാണ് ചർച്ച ആരംഭിച്ചത് എന്ന തരത്തിലുള്ള വളരെ വിചിത്രമായ മറുപടിയാണ് അദ്ദേഹം നടത്തിയത്. കാരണം ഈ K സുധാകരനും കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശൊക്കെ സമ്മതിച്ചതാണ്, തർക്കങ്ങളുണ്ടായി. അത് സംബന്ധിച്ച് MP-മാർ മത്സരിക്കാൻ സംബന്ധിച്ച് തനിക്കും ആഗ്രഹമുണ്ടായിരുന്നു, തനിക്ക് കോന്നിയിൽ മത്സരിക്കണമെന്ന് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു എന്ന് UDF-ന്റെ കൺവീനറാണ് പറയുന്നത്. K സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മത്സരിക്കുമെന്ന് ആവർത്തിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള K സുധാകരനാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് എത്ര കാലം UDF-നും കോൺഗ്രസിനും മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യം VD സതീശന് തന്നെ മറുപടി പറയേണ്ട കാര്യമാണ്. പക്ഷേ K സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നുണ്ട്. ഇടത് സൈബർ ഹാൻഡിലുകൾ അത് പരമാവധി പ്രചരിപ്പിക്കുന്നുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാകുന്ന ഒരു മറുപടിയാണ് K സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. BJP-യെ സംബന്ധിച്ചുകൂടി പറയേണ്ടതുണ്ട്. അവിടെ NDA മുന്നണിയിൽ നിന്ന് ഗസ്റ്റ്
റോളുകളിൽ അഭിനയിക്കാൻ വേണ്ടി പലരെയും എടുത്തു. പ്രധാനപ്പെട്ട BJPക്ക് കടുത്ത ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന പല സ്ഥലങ്ങളിലും BJP മത്സരിക്കാതെ 2020 പോലെയുള്ള സംഘടനകൾക്ക് നൽകി. അവിടെ തന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള പലരെയും, സിനിമാ നടിമാരെയും ഈ സീരിയൽ രംഗത്തുള്ളവരെയൊക്കെ അവിടെ പരീക്ഷിക്കുന്നു. പുറത്തുനിന്ന് സ്ഥാനാർത്ഥികൾ വരുന്നു. BJP ത്രികോണ മത്സരം നടത്താൻ പ്രതീക്ഷിച്ചിരുന്ന പല സ്ഥലങ്ങളിലേക്കും ഈ മുന്നണിക്ക് സീറ്റ് നൽകിയതിൻ്റെ ഭാഗമായി ഗസ്റ്റ് അപ്പിയറൻസുമായി പലരും വരുന്നു. അത് സംബന്ധിച്ച തർക്കം. പുറത്തുനിന്ന് വരുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു. വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന RSS BJP സംഘടനാ പശ്ചാത്തലമുള്ളവരെ ഒഴിവാക്കുന്നു എന്ന തരത്തിലുള്ള രാജീവ് ചന്ദ്രശേഖരൻ വിഭാഗത്തിനെതിരെയുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധം വി മുരളീധരനൊപ്പം തന്നെ കെ സുരേന്ദ്രൻ അടക്കമുള്ള പഴയ നേതാക്കൾക്കുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള സംഘർഷമാണ് BJPയിൽ ഉടലെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ചുരുക്കം ചില ദിവസങ്ങൾ അതിലേക്ക് ഓടിക്കയറാനുള്ള ശ്രമത്തിലാണ് എല്ലാ മുന്നണികളും. ഇന്ന് തന്നെ UDFന്റെ ചില സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക നൽകുന്നുണ്ട്. ചിലയിടങ്ങളിൽ നെയ്യാറ്റിൻകര അടക്കമുള്ള മണ്ഡലങ്ങളിൽ അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന കൺവെൻഷൻ ചേരുന്നുണ്ട്. അപ്പോൾ അവസാന ലാപ്പിൽ എങ്ങനെയെങ്കിലും ഒപ്പം പിടിക്കാനുള്ള ശ്രമത്തിലേക്കും ലാപ്പിലേക്ക് ഓടിക്കയറാനുള്ള ശ്രമത്തിലേക്കുമാണ് UDF ശ്രമിക്കുന്നത്. പക്ഷേ വിമത പട അവരെ വല്ലാതെ അലട്ടുന്നുമുണ്ട്. മനു.